അമ്മേ ശരണം, ദേവീ ശരണം. 2026 മെയ് മാസം 26-ാം തീയതിയായിരുന്നു പ്രശസ്തമായ മഞ്ചേരി കാളികാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം. മരച്ചില്ലയിൽ കെട്ടിയ തോരണങ്ങളും നിറവെളിച്ചവും, ക്ഷേത്രമുറ്റത്തെ നിലവിളക്കുകളുടെ സ്വർണ്ണപ്രഭയും, ചെണ്ടമേളത്തിൻ്റെ ശബ്ദവും എല്ലാം കൂടി ഇവിടെ വല്ലാത്തൊരു ഭക്തിസാന്ദ്രമായ ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ. ഭഗവതി ആരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാചീന കലാരൂപമായ കളമ്പാട്ട് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ. ദേവിയുടെ അനുഗ്രഹത്തിനും ദോഷനിവാരണത്തിനും കുടുംബത്തിൽ ക്ഷേമവും ഐശ്വര്യം ഒക്കെ ഉണ്ടാവാനായിട്ടും കൂടിയാണ് കേട്ടോ കളമ്പാട്ട് നടത്തുന്നത്. കളമ്പാട്ടിൽ നിലത്ത് പ്രകൃതിദത്ത നിറങ്ങളായ മഞ്ഞൾ, കരി, അരിപ്പൊടി, ഇലപ്പൊടി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ദേവിയുടെ കളം വരയ്ക്കുക. ശേഷം ഭക്തിഗാനങ്ങളും വാദ്യങ്ങളും ഒക്കെ ചേർന്ന് ദേവീനെ സ്തുതിച്ച് പാടും. അവസാനം കളം മായ്ക്കുക എന്നൊരു ചടങ്ങും കൂടിയുണ്ട്. ഇത് ദേവീൻ്റെ ശക്തി ഭക്തരിലേക്ക് പകരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അത്രേ കരുതണത്. കളമ്പാട്ടിൻ്റെ കൂടെ അയ്യപ്പൻ പാട്ടും ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണെങ്കിലും ക്ഷേത്രത്തിലെ ആചാരത്തിലും പാട്ടുകളിലും ഒക്കെ മറ്റ് ദേവതകളുടെ സാന്നിധ്യവും മഹത്വവും ഒക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കളമ്പാട്ട് എല്ലാ ദേവതകളെയും സ്മരിക്കണ ചടങ്ങിന് പൂർണ്ണത നൽകുന്ന വിശ്വാസവും ഉണ്ടത്രേ. അങ്ങനെ തലേ ദിവസത്തെ കളമ്പാട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം താലപ്പൊലിക്ക് വേണ്ടി ക്ഷേത്രം ഒരുങ്ങി നിൽക്കണ കാഴ്ചയാണിത്. രാത്രി 12 മണിക്ക് ശേഷം സ്ത്രീകൾ താലെടുക്കുന്നത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിന് കാരണം അർദ്ധരാത്രിക്ക് ശേഷാത്രേ ദേവിയുടെ ശക്തി ഏറ്റവും ഉജ്ജ്വലമാവുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം ദേവിയുടെ ശക്തി ഉജ്ജ്വലമാവുന്നതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹവും ശക്തി സാന്നിധ്യവും കൂടുതലായി ലഭിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. താലെടുക്കൽ ഒരു ഭക്തി നിവേദനവും അതേപോലെ തന്നെ ദേവീനെ ഉണർത്തി ആരാധിക്കുന്ന ഒരു ആചാരം കൂടിയാണ്. അർദ്ധരാത്രിയിലെ നിശബ്ദത, ചെണ്ടമേളം, വിളക്കുകൾ, കളമ്പാട്ട് ഇവയൊക്കെ ചേർന്ന് ആ ചടങ്ങിന് ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം കൂടി ഉണ്ടാക്കി ഭക്തിയുടെ നെറുകയിലെത്തിക്കും.